ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹതയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. അവിടുന്ന് ഞങ്ങളോട് കൃത്യമായി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങൾ ഞങ്ങൾക്ക് കേൾക്കുവാനും ഗ്രഹിപ്പാനും തക്കവണ്ണം പരിശുദ്ധാത്മാവെ അവിടുന്ന് ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിന് ജീവനും ചൈതന്യവും പകരുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം മാത്രം ഇതിലൂടെ മുഖത്തപ്പെടുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ ഗുണം ആഗ്രഹിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 7 and 8. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ട പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. നിങ്ങൾ നമുക്ക് ഭക്ഷിക്കുവാൻ പെസഹ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, അനുഗ്രഹിക്കപ്പെട്ട 50 നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് ഞാനും നിങ്ങളും അടുത്തു വരികയാണ്. ഈ രാത്രി എന്ന് പറയുന്നത് പെസഹ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഇന്ന് മുതൽ 3-ാമത്തെ ദിവസം കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ ആഘോഷിപ്പാൻ തക്കവണ്ണം ലോകം ഒരുങ്ങുകയാണ്. എന്നാൽ പെസഹ തിരുനാളിൻ്റെ ദിവസമായി രാത്രിയിൽ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേണ്ട പ്രകാരം അത് ഗ്രഹിപ്പാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യമേ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ തിരുവചനം വേണ്ട പ്രകാരം ഗ്രഹിപ്പാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയുകയുള്ളൂ. യഹൂദന്മാരുടെ 3 പ്രധാനപ്പെട്ട പെരുന്നാളുകളുണ്ട്. അതിലൊരു പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. മറ്റു 2 പെരുന്നാൾ എന്ന് പറയുന്നത് കൂടാര പെരുന്നാൾ, പെന്തിക്കോസ്തി പെരുന്നാൾ, പെസഹ പെരുന്നാൾ. ഈ 3 പെരുന്നാളുകളാണ് യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാൾ. പെസഹ പെരുന്നാളിൽ യെരുശലേം പട്ടണത്തിന് ചുറ്റുമുള്ള എല്ലാ യഹൂദന്മാരും പെസഹ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം വരണമെന്നുള്ളത് ആ കാലഘട്ടത്തിലെ ഒരു നിയമമായിരുന്നു. അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പെസഹ തിരുനാൾ ആഘോഷിക്കുവാൻ തക്കവണ്ണം യെരുശലേമിലേക്ക് കടന്നു വരിക പതിവായിരുന്നു. ഇവിടെ നമ്മുടെ കർത്താവ് യെരുശലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് പെസഹ പെരുന്നാൾ ആഘോഷിക്കുവാൻ തക്കവണ്ണം അതിന് സ്ഥലമൊരുക്കുവാൻ തക്കവണ്ണം അവരോട് പറയുകയാണ്. അതിൻ്റെ 7-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ട പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. നിങ്ങൾ നമുക്ക് ഭക്ഷിക്കുവാൻ പെസഹ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ചോദിച്ചതിന് നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് അവന്റെ പിന്നാലെ ചെന്ന് വീട്ടുടയവനോട് ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ ഭക്ഷിപ്പാനുള്ള വിരുന്നുശാല എവിടെ എന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുവിൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും. അവിടെ ഒരുക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു.
കർത്താവ് യെരൂശലേം പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, പത്രോസിനെയും യോഹന്നാനെയും വിളിച്ച് അവരോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് പെസഹ ഒരുക്കുവാൻ ഒരു സ്ഥലം കണ്ടെത്തണം. അവിടെ കർത്താവ് അവർക്കൊരടയാളം പറയുകയാണ്, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് അവന്റെ പിന്നാലെ ചെന്ന് വീട്ടുടയവനോട്. അപ്പോൾ കർത്താവ് ഒരു അടയാളം പറയുകയാണ്, നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ കടന്നു വരും. ഇത് യാദൃശ്ചികമായി പറയുന്നതല്ല, ദൈവത്തിന് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ദൈവത്തിൻ്റെ തിരുവചനം പരിശോധിക്കുമ്പോൾ വ്യക്തമായ അഡ്രസ്സ് പറഞ്ഞുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ദൈവം പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ ഇന്ന സ്ഥലത്ത്, ഇന്ന അഡ്രസ്സിൽ, ഇന്ന സ്ട്രീറ്റിലുള്ള സ്ഥലത്ത് എനിക്ക് പെസഹ ഒരുക്കുവാനല്ല കർത്താവ് അവരോട് പറയുന്നത്. പിന്നെയോ അവർക്കൊരടയാളം കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾക്കെതിരെ ഒരു മനുഷ്യൻ വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരും. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അത് പുരുഷനാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ ഒരു പുരുഷൻ ഒരു കുടം വെള്ളം കൊണ്ട് ചുമന്നു വരികമെന്ന് പറയുമ്പോൾ അത് അസാധാരണമായ ഒരു സംഭവമാണ്. ഒരു സ്ത്രീ ഒരു വെള്ളം കൊണ്ട് വരുമെന്നല്ല പറഞ്ഞത്, സാധാരണ സംഭവമാണ്. അവിടെ കാണുമ്പോൾ ശിഷ്യന്മാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. യെരൂശലേമിൽ യഹൂദന്മാർ അവരുടെ പട്ടണത്തിലെ ഒരു പുരുഷൻ ഒരിക്കലും വെള്ളം കൊണ്ട് ചുമന്നുകൊണ്ട് പോവുകയില്ല. അപ്പോൾ അസാധാരണമായ ഒരു കാര്യമാണ് കർത്താവ് അവരോട് പറയുന്നത്, ഒരു വ്യക്തമായ അടയാളം. അവർക്ക് ഒരു കാരണവശാലും തെറ്റിപ്പോകരുത്. അതുമാത്രമല്ല, കർത്താവിന് അതിനെക്കുറിച്ച് ഒരു വലിയ പദ്ധതി കൂടിയുണ്ട്. കാരണം കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം ഒരുവൻ കാത്തുനിൽപ്പുണ്ട്. അപ്പോൾ ഈ പെസഹ പെരുന്നാളിന് മുമ്പ് അത് എവിടെയാണ് കൂടുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, റോമൻ പട്ടാളത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പെസഹ പെരുന്നാൾ കർത്താവിന് കൂടുവാൻ തക്കവണ്ണം കഴിയുകയില്ല. അപ്പോൾ മറ്റാരും അത് തിരിച്ചറിയരുത്. പത്രോസിനോടും യോഹന്നാനോടും മാത്രമായി പറയുകയാണ്. അവർക്ക് വ്യക്തമായ ഒരടയാളം കൊടുക്കുന്നു, ഒരു പുരുഷൻ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരും. അവൻ കടന്നു പോകുന്ന വീട്ടിലേക്ക് അവൻ്റെ പിന്നാലെ നിങ്ങൾ ചെല്ലണം എന്ന് പറയുമ്പോൾ അത് മറ്റാരും അറിയാതെ കർത്താവിന് വ്യക്തമായ പദ്ധതിയുമായിട്ടാണ് കർത്താവ് പെസഹ പെരുന്നാളിലേക്ക് കടന്നു പോകുന്നത്. പിറ്റേ ദിവസം കർത്താവിൻ്റെ ക്രൂശ് മരണമാണ്. ക്രൂശ് മരണമെന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ കലണ്ടറുകൾ അനുസരിച്ച് ഒരു ദിവസമെന്ന് പറയുന്നത് വൈകുന്നേരം 6 മണി മുതൽ പിറ്റേ ദിവസം വൈകുന്നേരം 6 മണി വരെ, അതാണ് അവരുടെ ഒരു ദിവസമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പെസഹ പെരുന്നാളും കർത്താവിൻ്റെ ക്രൂശീകരണവും ഒരു ദിവസം തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് കർത്താവ് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത്. വ്യക്തമായ പദ്ധതികൾ കർത്താവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾക്കെതിരെ ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളവുമായി കടന്നു വരും. അവൻ്റെ പിന്നാലെ നിങ്ങൾ പോയി അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലണം. ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ ഭക്ഷിക്കുവാനുള്ള വിരുന്നശാല എവിടെ എന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുവിൻ. എന്താ ഗുരു ചോദിക്കുന്നെന്ന് പറയുവിൻ. ദൈവത്തിൻ്റെ ജനമേ, ഒരു വലിയ ഒരുക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കർത്താവ്. നാം ഒക്കെയും പെസഹ പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ച് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കുക എന്നുള്ള ആ ഒരു പാനം ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരു ഒരുക്കം, അതിലുപരിയായിട്ട് ഈസ്റ്റർ ആഘോഷിക്കുവാൻ തക്കവണ്ണമുള്ള ഒരുക്കത്തിലാണ് ഞാനും നിങ്ങളും. എന്നാൽ കർത്താവിൻ്റെ പെസഹ തിരുനാൾ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന 3 കാര്യങ്ങളുണ്ട്.
22-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. 22-ാം അധ്യായത്തിൻ്റെ 19, 20. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തം കൊണ്ടുള്ള പുതിയ നിയമമാകുന്നു. അപ്പോൾ ഒരു പുതിയ നിയമം കർത്താവർക്ക് പെസഹായിലൂടെ കൊടുക്കുകയാണ്. അതുവരെയും ഇസ്രായേൽ മക്കൾ ദൈവത്തിന് യാഗമായി ആടുമാടുകളെയും കാളകളെയും പ്രാവിനെയുമാണ് ദൈവത്തിന് യാഗമായി പാപപരിഹാരത്തിനു വേണ്ടി അർപ്പിച്ചിരുന്നത്. എന്നാൽ പെസഹ പെരുന്നാളിൽ കർത്താവ് പറയുകയാണ്, എന്നെ തന്നെ ഞാൻ നിങ്ങൾക്ക് യാഗമായി അർപ്പിക്കുകയാണ്. അപ്പമെടുത്ത് വാഴ്ത്തി അവരോട് പറയുന്നു, ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് അവരോട് പറയുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ നിയമം നിങ്ങൾക്ക് തരികയാണ്. എൻ്റെ ശരീരവും എൻ്റെ രക്തവും നിങ്ങൾക്ക് യാഗമായി ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതിനൊരു പശ്ചാത്തലമുണ്ട്, നിങ്ങളത് തിരിച്ചറിയണം. പക്ഷിമൃഗാദികളെ യാഗമായി അർപ്പിക്കുമ്പോൾ ഏത് മൃഗത്തെയാണോ യാഗമായി അർപ്പിക്കുന്നത് ആ മൃഗത്തിൻ്റെ മാംസം തന്നെയാണ് അവർ ഭക്ഷണമായി കഴിച്ചിരുന്നത്. അവർക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടി പാപത്തിൻ്റെ പരിഹാരമായി യാഗമായി തീരാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി കർത്താവ് പറയുന്നു, ഇത് എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾ ഇതുവരെയും മൃഗങ്ങളെയും പക്ഷികളെയും എനിക്ക് യാഗമായി അർപ്പിച്ച് അതിൻ്റെ മാംസം നിങ്ങൾ കഴിച്ചുവെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ എന്തു ചെയ്യണം? ഞാൻ നിങ്ങൾക്ക് യാഗമായി തീരാൻ പോവുകയാണ്. എൻ്റെ ശരീരവും എൻ്റെ രക്തവും നിങ്ങൾക്ക് പാനം ചെയ്യണം. ഒരു പുതിയ നിയമം കർത്താവ് അവർക്ക് കൊടുക്കുകയാണ്. ആ പ്രകാരം തന്നെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 34-ാം വാക്യത്തിൽ അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ ഒരു പുതിയ നിയമം അവർക്ക് കൊടുത്തു. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞവർക്കൊരു പുതിയ നിയമം കൊടുത്തതിന് ശേഷം കർത്താവ് വീണ്ടും പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരികയാണ്. എന്താണ് കൽപ്പന? നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരികയാണ്. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ഈ രാത്രി പെസഹ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു കൽപ്പനയാണ് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്നുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന ഞാനും നിങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി ദൈവത്തിൻ്റെ നാമം ഘോഷിക്കപ്പെടുന്നവർ അന്യോന്യം സ്നേഹിക്കുന്നത് കാണുന്നുണ്ടോ എന്ന് ഈ രാത്രി പരിശോധിക്കണം. കർത്താവിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്നുള്ളത്. എന്നാൽ ലോകത്തിൻ്റെ നിയമങ്ങളെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ആ നിയമം പാലിക്കുവാൻ തക്കവണ്ണം ഇന്ന് ക്രിസ്ത്യാനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യത്തോടുകൂടി ശത്രുതയോടുകൂടി പെരുമാറുന്ന അനേക സംഭവങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെയും പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെയും ഞാനും നിങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. കുടുംബങ്ങളിലെ സമാധാനമില്ല, രാജ്യങ്ങളിലെ സമാധാനമില്ല, വ്യക്തികൾ തമ്മിൽ സ്നേഹമില്ല, ശുശ്രൂഷകളിലുള്ള ആളുകൾ തമ്മിൽ സ്നേഹമില്ല. അപ്പോൾ സ്നേഹമില്ലാത്ത വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയുമായ അനേക സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നത്. പക്ഷേ നാം ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ വലിയ പ്രസംഗങ്ങളും കർത്താവ് സ്നേഹമാകുന്നുവെന്നും ആ സ്നേഹത്തിൽ വസിക്കണമെന്നൊക്കെയും
ദൈവവചനങ്ങൾ ഘോഷിക്കപ്പെടുന്നത് ഞാനും നിങ്ങളും കാണാറും കേൾക്കാറുമുണ്ട്. പക്ഷെ വാസ്തവമായി ഈ രാത്രി നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം, കർത്താവിൻ്റെ കൽപ്പന ഞാനും നിങ്ങളും പാലിക്കുന്നുണ്ടോ? നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് കർത്താവ് ഒരു പുതിയ കൽപ്പന എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുമ്പോൾ ലോകത്തിൻ്റെതായ നിയമങ്ങൾ പാലിക്കുവാനല്ല, അത് പാലിക്കപ്പെടരുതെന്നല്ല, പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഒരു ദൈവവൈതലിനെ നിയന്ത്രിക്കേണ്ടത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പന എന്ന് പറയുന്നത് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്നുള്ളതാണ്. അത് പ്രസംഗങ്ങളിലൂടെയല്ല കാണിക്കേണ്ടത്, പിന്നെയോ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പ്രവൃത്തികളിലൂടെ ആ സ്നേഹനിധിയായ കർത്താവിനെ കാണിക്കുവാന്നൊക്കെ വേണം നമുക്ക് കഴിയണം. ഇന്നത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൽ ഞാനും നിങ്ങളും പരാജയപ്പെട്ടു പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്നേഹനിധിയായ കർത്താവിനെ നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നില്ല. സഭകൾ തമ്മിൽ സ്നേഹമില്ല, സഭകൾ തമ്മിൽ വൈരാഗ്യമാണ്. പക്ഷെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനകളുണ്ട്, ആരാധനകളുണ്ട്. ദേവാലയങ്ങൾ ചവിട്ടിപ്പൊളിക്കുകയും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളൊക്കെയും ദേവാലയങ്ങളിൽ എടുത്തുമാറ്റപ്പെടുകയും മർക്കടമുഷ്ടി കൊണ്ട് ആരാധനാലയങ്ങളൊക്കെയും തകർക്കപ്പെടുന്നത് ഈ ദിവസങ്ങളിലും ഞാനും നിങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളതാണ്. സഹോദര സഹോദരി, എവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം? ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുന്നവരാണ്. എന്തുകൊണ്ട് ഞാനും നിങ്ങളും മൗനമായിട്ടിരിക്കുന്നു? ദൈവത്തിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്നുള്ളത്. കോടതി വിധികളല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്, പിന്നെയോ ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ പ്രമാണമാണ് ഞാനും നിങ്ങളും പാലിക്കപ്പെടേണ്ടത്. ആ പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ യാഗം അർപ്പിക്കുമ്പോഴാണ് നമ്മുടെ യാഗങ്ങളിൽ മേൽ സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഖായീനും ഹാബേലും യാഗമർപ്പിക്കുവാൻ പോകുന്ന സംഭവം നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഖായീൻ്റെ യാഗത്തിലെ ദൈവം പ്രസാദിച്ചില്ല? ഹാബേലിൻ്റെ യാഗത്തിലെ ദൈവം പ്രസാദിച്ചു. അവർ രണ്ടുപേരും ദൈവത്തിന് ഉത്തമമായിട്ടുള്ളതാണ് യാഗമായി അർപ്പിച്ചത്. ന്യൂനതയുള്ളതൊന്നും ആയിരുന്നില്ല ഖായീൻ യാഗമായി അർപ്പിച്ചത്. അങ്ങനെയൊന്നും ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നില്ല. പക്ഷേ ഖായീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഖായീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നത്? സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പാകുന്നു, യഹോവയ്ക്ക് വെറുപ്പാകുന്നു. പരമാർത്ഥതയുള്ളവരുടെ പ്രാർത്ഥനയോ അവനെ പ്രസാദിപ്പിക്കുന്നു. അപ്പോൾ ദുഷ്ടഹൃദയത്തോടുകൂടി, സ്വാർത്ഥമായ താല്പര്യത്തോടുകൂടി, വൈരാഗ്യ ബുദ്ധിയോടുകൂടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെ യാഗമർപ്പിക്കുന്നത് യഹോവയ്ക്ക് വെറുപ്പാകുന്നുവെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഞാനും നിങ്ങളും എങ്ങനെയാണ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുന്നത്? നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയും പരമാർത്ഥതയുമാണ് സർവശക്തനായ ദൈവം നോക്കുന്നത് എന്ന് ഈ രാത്രി ഞാനും നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെയുള്ള യാഗങ്ങളിലാണ് ദൈവം പ്രസാദിക്കുന്നത്, അങ്ങനെയുള്ള കാഴ്ചകളിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പെസഹ തിരുനാളിൽ ഒരു പുതിയ കൽപ്പന അവർക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ എങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സ്വാർത്ഥതയില്ലാതെയാണ് കർത്താവ് സ്നേഹിച്ചത്. അവൻ വലിയവനായിരുന്നു, അവൻ ഏറ്റവും ചെറിയവനായി തീർന്നു. എന്തിനു വേണ്ടി? എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ തക്കവണ്ണം, ആ നിത്യതയിൽ ഞാനും നിങ്ങളും എത്തുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഈ ഭൂമിയിലേക്ക് ഏറ്റവും ചെറിയവനായി തീർന്ന സംഭവമാണ്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ എനിക്കും നിങ്ങൾക്കും ചെറിയവനാകുവാനുള്ള ആഗ്രഹമില്ല. എല്ലാവർക്കും വലിയവനാകുവാനുള്ള തിടുക്കമാണ്. സഭകളിലും ശുശ്രൂഷകളിലും കുടുംബങ്ങളിലും വ്യക്തികളിലൊക്കെയും വലിയവനാകുവാനുള്ള ഒരു വലിയ തിടുക്കമാണ് ഇന്ന്. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ക്രിസ്ത്യാനികളെന്ന് പേരുണ്ട് എങ്കിൽ, യേശു ക്രിസ്തുവിനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നെയും നിങ്ങളെയും നയിക്കുന്നത് എങ്കിൽ, ഞാനും നിങ്ങളും പരസ്പരം സ്നേഹിക്കണം.
ആ കർത്താവിൻ്റെ പുതിയ കൽപ്പന ലോകത്തിൻ്റെ എല്ലാ നിയമങ്ങളെക്കാളും ഉപരിയായി സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോഴാണ് ഈ പെസഹ പെരുന്നാളിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം കഴിയുന്നത്. അതുമാത്രമല്ല, അവിടെ വീണ്ടും പറയുന്നുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, തങ്ങളിൽ ആരെയാണ് വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ കുറിച്ച് തങ്ങളിൽ ആരെയാണ് വലിയവനായി എണ്ണേണ്ടതെന്നതിനെ കുറിച്ച് ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. ഒരു തർക്കവും അവിടെ ഉണ്ടായി. യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ഗുരുവിനെ ശിഷ്യൻ സ്വീകരിക്കുന്നത് ഒരു വിരുന്നുശാലയിലേക്ക് ഗുരുവിനെ സ്വീകരിക്കുമ്പോൾ അവന് വെള്ളം കൊടുത്ത് അവൻ്റെ കാൽ കഴുകിയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ കർത്താവിനെ ഈ പ്രകാരം കർത്താവിൻ്റെ കാലിൽ വെള്ളമൊഴിച്ചു കൊടുക്കുവാൻ ആരും അവിടെ ഉണ്ടായില്ല. അതിന് കാരണം അവരിൽ ആരാണ് വലിയവൻ, ആരാണിത് ചെയ്യേണ്ടത് എന്നുള്ളൊരു വലിയ ചിന്ത അവരുടെ മനസ്സിൽ, ശിഷ്യന്മാരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വ്യക്തമായും അവിടെ പറയുന്നത് 24-ാം വാക്യത്തിൽ, തങ്ങളിൽ ആരെയാണ് വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു തർക്കവും അവരുടെ ഇടയിൽ ഉണ്ടായി. കർത്താവ് അതറിഞ്ഞുകൊണ്ട് അവരോട് പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകിയെങ്കിൽ ഇവരുടെ കാലുകൾ കഴുകിയെങ്കിൽ നിങ്ങളും അന്യോന്യം കാലുകൾ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങളുടെ ഗുരുവായിരുന്നു, ഞാൻ നിങ്ങളുടെ നായകനായിരുന്നു. പക്ഷെ നായകനായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകുകയെങ്കിൽ നിങ്ങൾ അന്യോന്യം കാലുകൾ കഴുകേണ്ടതാകുന്നുവെന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്. 3 കാര്യങ്ങൾ കർത്താവ് അവരെ പഠിപ്പിക്കുന്നു. ഒരു പുതിയ നിയമം അവർക്ക് കൊടുക്കുന്നു. ഇനി മുതൽ നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കും, നിങ്ങൾ എൻ്റെ രക്തം പാനം ചെയ്യും. ഇനി നിങ്ങൾ മൃഗങ്ങളെ യാഗമായി അർപ്പിച്ചല്ല നിങ്ങളുടെ യാഗം ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് യാഗമായി തീരുവാൻ പോകുകയാണ്. എൻ്റെ തിരുശരീര രക്തങ്ങൾ ഇനി നിങ്ങൾ ഭക്ഷിക്കുമെന്ന് കർത്താവ് പറഞ്ഞ് അവർക്കൊരു പുതിയ നിയമം കൊടുക്കുകയാണ്. നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് കർത്താവ് നമ്മളിൽ വസിക്കുന്നത്? അവൻ്റെ തിരുശരീര രക്തങ്ങൾ ഞാനും നിങ്ങളും ഭക്ഷിക്കുമ്പോൾ ആ കർത്താവ് നമ്മളിൽ വസിക്കുകയാണ്. ആ ശരീരം യേശു ക്രിസ്തുവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഭക്ഷിക്കുമ്പോൾ യേശു ക്രിസ്തു എന്നിലും നിങ്ങളിലും വസിക്കുകയാണ്. പിന്നെ ആ യേശുവിൻ്റെ സ്വഭാവമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്, ആ യേശുവിൻ്റെ മനോഭാവമാണ് നമ്മളിൽ കാണേണ്ടത്. ദൈവത്തിൻ്റെ ജനമേ, ഈ പെസഹ തിരുനാളിൽ ആ പ്രകാരം ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം, ദൈവിക കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും പരിശ്രമിക്കണം. ലോകപ്രകാരം ഒരാഘോഷിക്കുവാനല്ല ഞാനും നിങ്ങളും ഈ പെസഹ തിരുനാളിൽ ഒരുങ്ങേണ്ടത്. പിന്നെയോ മറിച്ച് എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുവാൻ തക്കവണ്ണം ഈ പെസഹ തിരുനാൾ അവനൊരു പുതിയ കൽപ്പന തന്നു. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. ദൈവത്തിൻ്റെ ജനമേ, രാത്രി നിങ്ങൾ ദൈവത്തിൻ്റെ തിരുവചനം ഗ്രഹിക്കുമ്പോൾ നമുക്ക് അന്യോന്യം സ്നേഹിപ്പാൻ തക്കവണ്ണം കഴിയുന്നുണ്ടോ? ക്രിസ്തീയ സമുദായമുണ്ട്, നമുക്ക് നമ്മുടെ പള്ളികളുണ്ട്, ആരാധനകളുണ്ട്, നമ്മുടെ കുടുംബജീവിതം നമുക്ക് അന്യോന്യം സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ അയൽവാസികളുമായി നമുക്ക് അന്യോന്യം സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ സഭകളിൽ ഈ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? പരിശോധിക്കണം. വലിയവനും ചെറിയവനും ഒരുപോലെ പരിശോധിക്കണം. കാരണം ദൈവത്തിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്നുള്ളത്. ഈ കൽപ്പനയ്ക്ക് അതീതമായ അതിൻ്റെ മുകളിലേക്ക് മറ്റൊരു കൽപ്പനയില്ല. ദൈവത്തിൻ്റെ കൽപ്പനയാണ് പരമപ്രധാനമായി ഞാനും നിങ്ങളും പാലിക്കപ്പെടേണ്ടത്. ദൈവത്തെയാണ് ഞാനും നിങ്ങളും ഉയർത്തിക്കാട്ടേണ്ടത്. ആ ദൈവം പറയുന്നു, നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ എന്ന് ദൈവം എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ കൽപ്പിക്കുമ്പോൾ ആ സ്നേഹമാണ് നമ്മുടെ പ്രവർത്തികളിലൂടെ കാണിക്കേണ്ടത്. കർത്താവിൻ്റെ തിരുശരീരങ്ങൾ ഞാൻ നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ അവൻ നമ്മളിൽ വസിക്കുകയാണ്. അവൻ്റെ സ്വഭാവമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്.
അവനെയാണ് മറ്റുള്ളവർ കാണേണ്ടത്. കർത്താവിൻ്റെ തിരുശരീരങ്ങൾ ഞാനും നിങ്ങളും ഭക്ഷിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ നമ്മളിലൂടെ മറ്റുള്ളവർ കാണണം. ആ വെളിച്ചം ഈ ലോകം തിരിച്ചറിയണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, അതുപോലെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എങ്ങനെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരും? ഞാൻ നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരണം. ദൈവത്തിൻ്റെ ജനമേ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ പെസഹ തിരുനാളിൽ കർത്താവിൻ്റെ സ്നേഹം അന്യോന്യം പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം, ആ സ്നേഹത്തിൽ വസിപ്പാൻ തക്കവണ്ണം, അവൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്ത് യേശു ക്രിസ്തു എന്നിലും നിങ്ങളിലും വസിച്ചുകൊണ്ട് സ്നേഹമാകുന്ന ദൈവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം, ലോകത്തിൻ്റെ നിയമങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ ആചരിച്ച് ദൈവം സ്നേഹമാകുന്നു എന്ന് ലോകത്തിനോട് വിളംബരം ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് കൃത്യമായി സംസാരിച്ച കൃപകൾക്കായിട്ട് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിനെന്ന പുതിയ കൽപ്പന തന്ന യേശുവേ, അടിയങ്ങൾക്ക് അന്യോന്യം സ്നേഹിപ്പാൻ തക്കവണ്ണം ദൈവമേ, ഈ രാത്രി വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സഹായമില്ലാതെ അവിടുത്തെ കൽപ്പനകൾ ആചരിപ്പാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് സഹായകനായി ഈ രാത്രി വചനം കേട്ട ഓരോരുത്തരെയും അവരുടെ സ്നേഹത്തിൽ വസിപ്പാൻ തക്കവണ്ണം, ആ സ്നേഹത്തിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ തക്കവണ്ണം ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയനെയും അടുത്ത തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുന്ന് അടിയനോട് കൂടെ ഇരുന്ന് വഴി നടത്തുകയും നയിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.